ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പാർട്ട് 2 ആണ് സെക്ഷനിൽ നമ്മൾ ഒരു ക്ലേ മോഡലിങ്ങിൽ ആമയാക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായ കുറച്ച് വർക്കും പിന്നെ എന്താ ചെയ്യുന്നത് നീ തന്നെ പറഞ്ഞോ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫ്ലവർ മേക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് ഒക്കെ കാണിച്ചത്. ഇതാണ് കോളാമ്പി. നൈസ്. ഇത് കടലാസ് പൂ. നൈസ്. പിന്നെ ഇത് വേറെ ഫ്ലവർ ആണ്. കുറേ ഫ്ലവേഴ്സ് ആക്കിയിട്ട് അതെല്ലാം ഞാൻ കൊടുത്തതാണ്. ആർക്ക്? ടീച്ചേഴ്സ്. കുറച്ച് ഫ്ലവേഴ്സും കൂടി ആക്കിയിട്ട് അത് ഞാൻ ടീച്ചർക്ക് കൊടുത്തതാണ്. അപ്പോൾ ഇന്ന് വേറെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ഇതന്നെ സെയിം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾ പഠിക്കണം കേട്ടോ. കുഞ്ഞുമക്കൾക്കുള്ള വീഡിയോയാണ്. സോ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഉണ്ടാക്കാൻ നോക്കുക, ചേച്ചി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പരത്തിയാണ്. നമുക്ക് ചെമ്പരത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ 3 വീരന്മാരും വന്നിട്ടുണ്ട് ആക്കുമ്പോൾ കച്ചറയാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പേപ്പർ ആദ്യം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഓക്കെ. ഇത് ഞാൻ മുന്നേ ഒരു ഷേപ്പ് ഫ്ലവറിന്റെ ഇതാക്കിയിട്ടുണ്ട് പെറ്റല്. അപ്പൊ അതിന്റെ അളവ് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് വരച്ചിട്ട് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനത്തെ 5 പെറ്റൽസ് വേണം. അത് നമുക്ക് വരച്ചെടുക്കാം. അപ്പൊ നമുക്ക് മുറിച്ചെടുക്കാം. ഓക്കെ. ഫുള്ള് മുറിച്ചെടുത്തിട്ട് കാണാം. ഓക്കെ. ഇന്ന് കുറച്ച് മഴയ്ക്ക് ശമനമുണ്ട് ഗൈസ്, അതുകൊണ്ട് തന്നെ നല്ല കുറച്ച് ക്ലിയർ ഉണ്ട് വീഡിയോ. ഇന്നലത്തെക്കാളും ആ ഒരു കരകരപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. കാരണം ഇന്നലെ മഴയുടെ സൗണ്ടും പിള്ളേരുടെ സൗണ്ടും എല്ലാം കൂടി ഒക്കെ ഫുള്ളും കുറച്ച് സൗണ്ട് ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇന്ന് കുഴപ്പമില്ല. ഇങ്ങനെയാണ് ഓരോ പെറ്റൽസ്. അപ്പോൾ നമ്മൾ ഇത് തുറന്ന് കാണിച്ചു തരാം. പറഞ്ഞത് കഴിഞ്ഞതേ ഉള്ളൂ ഗൈസ്. മഴ പിടിച്ചു, എല്ലാവരും ഇതിനുള്ളിൽ കയറിയിട്ടിടുക. മഴ ആദ്യം വെയിൽ വന്നു, മഴ വന്നു, വെയിൽ വന്നു, മഴ വന്നു. നമ്മൾ 5 പെറ്റൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനിടയിൽ ആക്കിയ ജേർണൽ ബുക്ക് എന്താണെന്ന് നോക്കാം. അതിനിടയിൽ അതും കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ. സ്പീഡ് പറിച്ചോ. എന്തല്ല ഇതൊക്കെയാണ് അവളുടെ പണി. ഇത് ഭയങ്കര രസമാണ്. അത് കാണിച്ചത് ബട്ടർഫ്ലൈ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഓക്കെ, നൈസ്. നല്ല മഴയാണ് ഗൈസ് വരാൻ പോകുന്നത്. നമുക്ക് കാണാം എങ്ങനെയുണ്ട്. യെസ്, കാറ്റടിക്കുന്നുണ്ട്, നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇപ്പോൾ മഴ വരും. മഴ കാത്തിരിക്കുന്നുണ്ട്. 2 തവളകൾ. അനീ തവള, കാശി തവള, ഇനി ഇത്തു തവള. കണ്ട ഗൈസ്, അത്രയും വലിയ കൊടുങ്കാറ്റാണ്. അയ്യോ, പറന്ന 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 പറന്ന.
വന്നു മഴ വന്നു. ശരിക്കും ബ്രൈറ്റ്നസ് കൂട്ടിയോണ്ടാണ് ഗൈസ്, ഇതിനേക്കാൾ ഡാർക്കാണ് ഇവിടെ ഉള്ളത്. ബ്രൈറ്റ്നസ് ശരിക്കും ഒറിജിനൽ ആണെങ്കിൽ ഇതാ ഇത്രയും ഡാർക്കാണ്. മഴ വന്നു മഴ വന്നു. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമുക്ക് ഓയിൽ പേസ്റ്റ് ജസ്റ്റ് ഒന്ന് വേണം. അത് ചെണ്ടൻ പെറ്റിന് നടുക്കൊരു കറുപ്പ് ഷെയ്ഡ് കണക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പരത്തി പൂവാണല്ലേ. ഓക്കെ, കയ്യിലെ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നതായിരുന്നു നല്ലത്. നെക്സ്റ്റ് നമുക്ക് ഗമ്മാക്കണം. ഓരോ ഇടവേള നമ്മൾ പറഞ്ഞത് നമുക്ക് ഭയങ്കര മഴയാണ് ഗൈസ്. ഓക്കെ, ഇനി നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ഉണങ്ങണ്ട് ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ അതിനിടയിൽ എന്തൊക്കെയോ കമ്പി വരച്ചിട്ടുണ്ട്. ഇതെന്താ എനിക്ക് കമ്പി എടുക്കുന്നതാ? ശരിക്കും ഇത് കുറേ നാളാക്കിയതുകൊണ്ടാട്ട് ഇങ്ങനെ ഫ്രഷോടെ ആക്കിയതാണെങ്കിലില്ല നിങ്ങൾക്ക് നല്ല നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കാൻ നല്ലതാണ്. ഗ്ലാസ് ഇങ്ങനെ ഫിറ്റ് ചെയ്തതിൽ. വാവ്, നൈസ്. പിന്നെ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇതൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം. കത്രികേനെ കൊണ്ട് തന്നെ നമുക്ക് വലിച്ചെടുക്കാം. ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ. എൻ്റെ കൈസ് ഏകദേശം നമ്മുടെ ചെമ്പരത്തിൻ്റെ ഒരു കണ്ട വന്നിട്ടുണ്ട്. ആ ഉള്ളു കാണിച്ചാ. ഭയങ്കര നൈസ് കേട്ടോ. നമ്മള് ചെമ്പരത്തിന്റെ മുകളിൽ ഒരു പൂപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് റെഡ് പേപ്പർ എടുത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് പൂമ്പൊടിയാണ് കേട്ടോ ആക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കാം. ഇതേ കണക്ക് എന്നിട്ട് അതിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയും കൂടി പിരിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വേണ്ടത് നമുക്ക് മഞ്ഞപ്പൊടിയാണ്. ഇവിടെ മഞ്ഞപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ചെമ്പരത്തി ആക്കാൻ വേണ്ടി പൂമ്പൊടിക്ക് ഇടാൻ വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. സോ മഞ്ഞപ്പൊടി ജസ്റ്റ് ഡിപ്പ്
ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ മൂടിക്ക ഒന്ന് കുടഞ്ഞു കൊടുക്കാം. വാവ് സൂപ്പർ. നമുക്കിത് നിവർത്താം. ഞാനിവിടെ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊന്ന് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതിടക്ക് ഒരു ഇങ്ങനെ റെക്റ്റാങ്കിൾ ആയിട്ട് നമുക്കൊന്ന് മുറിച്ച് കൊടുക്കാം. ഒന്ന് തിരിച്ചു കൊടുക്കാം. ഇനി അതിന് ശേഷം നമ്മൾ ഈ പേപ്പറിന് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കമ്പിക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. നേരത്തെ ആക്കിയ പൂമ്പൊടി അടുക്കുന്നത് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നീ ഇതുപോലെ ആക്കാൻ പഠിക്ക്. മേമ ഓടി 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 പറ. അപ്പോൾ നമ്മൾ ഇതാ പശ തേച്ചത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ജസ്റ്റ് നേരത്തെ കണക്കിന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് അതിൻ്റെ മുകളിൽ വേറൊരു സംഭവം ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ സംഭവം പൂമ്പൊടിയാ. പൂമ്പൊടിനെ ഉദ്ദേശിക്കുന്നവള് ആ റെഡ് പൂമ്പൊടി സൈഡിൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ മഞ്ഞ. ഓക്കെ മഞ്ഞ കണ്ടില്ല, ഇത് റെഡ് ഉണ്ടാതേ. ഓക്കെ ഓക്കൾ അതിനെ കൂടുതൽ മിനുക്കാനാണ് പ്ലാൻ. ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ റെഡ് സാധനം ആക്കാം. ഞാൻ ഇത് ഒരു സ്ക്വയറായിട്ട്, സ്ക്വയറല്ല ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് പോർഷൻ മഞ്ഞപ്പൊടി മുക്കാണ്ട് വിട്ടാൽ മതിയായിരുന്നു അല്ലേ? മനസ്സിലായോ? ഓക്കെ ഓക്കെ. ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ച പെൻസിലിൻ്റെ ഭാഗം എടുത്ത് നമ്മൾ ഇവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ടാവും. ആ ഹോളിലേക്ക് കൂടി ഇടാം. ഇടുന്നതിന് മുന്നേ നമ്മൾ ഗ്ലൂ ആക്കണം. ഗ്ലൂ ആക്കിയിട്ട് ഇട്ടുകൊടുക്കാം. നമ്മൾ ഇതിനാണ് ഗ്ലൂ ആക്കുന്നത്. പക്ഷെ ഇത് കുറച്ച് മുകളിലോട്ടായ പോലെയുണ്ട്. പിന്നെ കുറച്ചുകൂടി ഉള്ളോട്ട് പോകണല്ലോ. യെസ്. ജസ്റ്റ് ഇങ്ങനെ വിടർത്തി കൊടുക്കാം. നമുക്ക് ഇതിനൊരു ഗ്രീൻ ടാപ്പ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. തണ്ട് തണ്ട്
മറ്റേ അല്ലെങ്കിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ആക്കി കൊടുക്കാം. മറ്റേ ഇല ആക്കി കൊടുക്കാം. ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതാക്കാൻ ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം. ജസ്റ്റ് മെല്ലെ വലിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുഞ്ഞി കമ്പി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് പച്ച വെച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളുടെ ചെമ്പരത്തി ഇവിടെ റെഡിയായി. അപ്പോൾ ഗൈസ് ഞാൻ ഇതേ കണക്കിട്ട് ഒരു കപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മണ്ണ് നിറച്ചിട്ട് ഇവിടെ ഒരു തെർമാക്കോൾ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവർ നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് കുത്തി കൊടുക്കാം. ഇതാണ് ഗൈസ് ഫൈനൽ അല്ലേ? ഇത് ഞാൻ എൻ്റെ അമ്മാനിക്ക് ഗിഫ്റ്റ് കൊടുക്കാണ്. താങ്ക് യു. വെൽക്കം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ചെമ്പരത്തി കോളാമ്പി നല്ല അടിപൊളിയായിട്ടുണ്ട്. അവളാക്കിയിട്ട് എനിക്കിത് ഗിഫ്റ്റ് തന്നു. ഭയങ്കര നൈസായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക, നോക്കുക. എല്ലാവർക്കും പറ്റും. സിമ്പിളാണ്, വലിയ പണിയൊന്നുമില്ല. കുറച്ച് ഇരിക്കണം എന്നേ ഉള്ളൂ. നീറ്റായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് നേരം ഇരിക്കണം. അപ്പോൾ ഇത് പറയുന്നത് നമ്മുടെ പേപ്പർ ഗ്ലാസ്. ഓക്കെ, പേപ്പർ ഗ്ലാസ്സിൽ നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട്. സാധാ മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ മുകളിലൊരു തെർമോക്കോളും ഉണ്ട്. നമ്മൾ കവർ ചെയ്തിട്ട് അവിടെ ഒരു ഒട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടയിലേക്കാണ് നമ്മളിത് ഒരു കണ്ടോ. വേണമെങ്കിൽ ഈ ഗ്ലാസ്സിൽ നമുക്ക് വേണമെങ്കിൽ നല്ല ചിത്രം വേണം വരച്ചു കൊടുക്കാം, കളർ ചെയ്ത് കൊടുക്കാം. വൈറ്റ് ഗ്ലാസ് ആണെങ്കിൽ വൃത്തിയുണ്ട്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് പേരുണ്ടാവും ഫ്രണ്ട്സ്. അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ.